സംസ്ഥാനത്ത് ഇന്ന് വ്യാപകമായ മഴയാണ്. 8 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. അതിശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. ശക്തമായ മഴയെ തുടർന്ന് തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചു. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആതിര രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്നും. ആതിര, അതിശക്തമായ മഴയാണ്. കഴിഞ്ഞ കുറച്ചു മണിക്കൂറുകളായി തിരുവനന്തപുരം മുതൽ തൃശ്ശൂർ വരെ കനത്ത മഴയാണ് പെയ്യുന്നത്. എന്തൊക്കെയാണ് ജാഗ്രതാ നിർദ്ദേശം, ഒപ്പം വിവരങ്ങൾ? മായ, ഇന്നലെ രാത്രി തുടങ്ങിയ മഴയാണ്. ഇതുവരെ മഴയ്ക്ക് ശമനമായിട്ടില്ല. ഇപ്പോൾ മഴ അല്പം കുറഞ്ഞെങ്കിലും ഇപ്പോഴും ആ ഒരു ചാറ്റൽ മഴ നിലനിൽക്കുന്നുണ്ട്. തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം അതിശക്തമായിട്ടുള്ള മഴയാണ് ഇന്നലെ മുതൽ തന്നെ പെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇന്ന് 8 ജില്ലകൾക്കാണ് യെല്ലോ അലർട്ട് നൽകിയിട്ടുള്ളത്. തിരുവനന്തപുരം മുതൽ തൃശ്ശൂർ വരെ. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ എന്നീ ജില്ലകൾക്കാണ് ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള. അതിശക്തമായ കാറ്റിനുള്ള സാധ്യതയാണ് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത്. ഏകദേശം മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാനുള്ള സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നാളെയും കൂടെ ഈ മഴ ഇതുപോലെ തന്നെ ശക്തമായി തുടരുമെന്നാണ് നിലവിൽ അറിയാൻ സാധിക്കുന്നത്. ഏതായാലും തിരുവനന്തപുരത്ത് രാവിലെ മുതൽ തന്നെ, ഇന്നലെ മുതൽ തന്നെ ശക്തമായ മഴ നിലനിൽക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുട്ടികൾ ഉൾപ്പെടെ, രക്ഷിതാക്കൾ ഉൾപ്പെടെ ജില്ലാ കളക്ടറുടെ പേജിലൊക്കെ അവധിയില്ലേ എന്ന ചോദ്യങ്ങളായിരുന്നു ഉയർന്നിരുന്നത്. ഏതായാലും നിലവിൽ ഈ തിരുവനന്തപുരം ജില്ലയിൽ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. പക്ഷേ ഈ പൊതുപരീക്ഷകൾക്ക് മാറ്റമില്ല. പൊതുപരീക്ഷകളെല്ലാം തന്നെ മുൻ നിശ്ചയിച്ച പ്രകാരം തന്നെ നടക്കുമെന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ അല്പം വൈകി പ്രഖ്യാപിച്ച ഈ അവധി എന്ന് പറയുന്നത് കുട്ടികളെയും അതുപോലെ തന്നെ രക്ഷിതാക്കളെയും ഉൾപ്പെടെ അല്പം കുഴക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ നീണ്ടു നിൽക്കുന്ന ഈ മഴയുടെ സാഹചര്യത്തിലാണ് കളക്ടർ അനുകുമാരി ഇപ്പോൾ ഇത്തരത്തിൽ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. പക്ഷേ മറ്റ് ജില്ലകളിലെല്ലാം തന്നെ ഇതുപോലെ തന്നെ ഏകദേശം മഴ തുടരുകയാണ്. തിരുവനന്തപുരത്ത് പലയിടത്തും വെള്ളം കയറിയ ഒരു സാഹചര്യം ഉൾപ്പെടെ നിലവിലുണ്ട്. ഏതായാലും ഈ മത്സ്യബന്ധനത്തിന് കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിനും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏകദേശം 60 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാനും അതുപോലെ തന്നെ കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ മത്സ്യബന്ധനത്തിന് ഉൾപ്പെടെ നിലവിൽ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. വരും മണിക്കൂറുകളിലൊക്കെ തന്നെ അതിശക്തമായ മഴ തുടരുമെന്നാണ്, കനത്ത മഴയാണ് വരും മണിക്കൂറുകളിൽ തുടരുക എന്നതാണ് നിലവിൽ ലഭിക്കുന്ന ഒരു മുന്നറിയിപ്പ് എന്ന് പറയുന്നത്. ഈ പുലർച്ചെ, അതായത് രാവിലെയൊക്കെ ജോലിക്ക് പോകുന്നവർ, പ്രത്യേകിച്ച് പാൽ അതുപോലെ തന്നെ പത്രം തുടങ്ങിയവയൊക്കെ അതിരാവിലെ ജോലിക്ക് പോകേണ്ട ഇവരോടൊക്കെ തന്നെ പ്രത്യേകം ജാഗ്രതാ നിർദ്ദേശം, ഈ വൈദ്യുതി ലൈനും അതുപോലെ തന്നെ മരവും ഒക്കെ കടപുഴകി വീഴാനുള്ള സാധ്യതയൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് ഇവർക്കൊക്കെ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വളരെ ജാഗ്രതയോടുകൂടി വേണം പോകാൻ എന്നുള്ള നിർദ്ദേശമൊക്കെ തന്നെ കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പായി നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ മലയോര മേഖലകളിൽ താമസിക്കുന്നവർ, മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ സാധ്യതയുള്ള മേഖലകളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം ആവശ്യമെങ്കിൽ മാറി താമസിക്കാൻ തയ്യാറാകണമെന്ന നിർദ്ദേശം ഉൾപ്പെടെ നൽകിയിട്ടുണ്ട്. ഏതായാലും ഇന്നലെ തുടങ്ങിയ മഴയാണ്. ഇന്ന് മഴ അതിശക്തമായി തുടരുകയാണ്. നാളെയും ഇതേപോലെ തന്നെ കനത്ത മഴയുണ്ടാകുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത്. ഏതായാലും പൊതുജനങ്ങളൊക്കെ തന്നെ ജാഗ്രത പാലിച്ചിരിക്കണമെന്ന മുന്നറിയിപ്പാണ് നൽകാനുള്ളത്. അതുതന്നെയാണ്, കനത്ത മഴ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി പെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അധികൃതരുടെ നിർദ്ദേശങ്ങൾ പാലിക്കുക, എല്ലാവരും സുരക്ഷിതരായിരിക്കുക. ആതിരയാണ് വിവരങ്ങൾ നൽകിയത്.